ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന 2 വിഭവങ്ങളുടെ റെസിപ്പിയാണ്. പാവ് ബാജി അതുപോലെ പാനിപ്പൂരി. എവിടെ കണ്ടാലും ഇത് കഴിക്കാറുണ്ട് എല്ലാവരും. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ പൂരി നിങ്ങൾ റെഡിമെയ്ഡ് വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാനി അതുപോലെ മസാല മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള റെസിപ്പി എടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് പാനിപ്പൂരി ഇതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള പൂരി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 2 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 4 ടേബിൾ സ്പൂണ് മൈദ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും മതി. ഇനി ഇതിലോട്ട് 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് പാകത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് അരമണിക്കൂർ ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള നമുക്കൊരു ചട്നി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് 2 കപ്പ് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/2 കപ്പ് പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി, അതുപോലെ 1-2 പച്ചമുളക്, ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ലെമൺ ഡ്രോപ്സ് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി പാകത്തിനുള്ള ഉപ്പും അതുപോലെ വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള പാനിക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ടാമറിൻ പൾപ്പ്, ഒരു വലിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി കുതിർത്ത് വെച്ച വെള്ളമാണ് കേട്ടോ. അത് 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചട്നി ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ, 2-3 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 3 ടീസ്പൂണോളം വറുത്ത് പൊടിച്ച ജീരകപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ചാറ്റ് മസാല അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പാനിപ്പൂരിയുടെ പാനി. അപ്പോൾ പാനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ബാജി ഉണ്ടാക്കിയെടുക്കണം ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 7 പൊട്ടാറ്റോ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അങ്ങനെ മാഷ് ചെയ്ത് പേസ്റ്റ് പരുവത്തിലാക്കണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ചെറിയ പൊട്ടാറ്റോ ആയതുകൊണ്ട് ഞാൻ 7 എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ പൊട്ടാറ്റോ ഒക്കെ ആണെങ്കിൽ 6 എടുത്താൽ മതി. പിന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 2 സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇതിലോട്ട് 2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂണ് വറുത്ത് പൊടിച്ച ജീരകം പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ചാറ്റ് മസാല പൗഡർ, അതുപോലെ 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിനുള്ള. അതുപോലെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഈ ഒരു ചട്നി 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുതിർത്ത് വെച്ച പുളിവെള്ളം 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുക. കുറച്ച് തിക്കായിട്ട് കുതിർത്തെടുത്ത പുളിവെള്ളമാണ് കേട്ടോ. അപ്പോൾ 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയിനി. അപ്പോൾ ഇതാണ് നമ്മൾ പൂരിക്കകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാജി. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കൂ. അപ്പോൾ അറിയാം കറക്റ്റ് ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ഈ ഒരു മാവ്
നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ചപ്പാത്തി പോലെ ഒന്ന് കുറച്ച് വലിയ ഷീറ്റായിട്ട് പരത്തിയിട്ട് ഈ ഒരു പൂരി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ്. ചെറിയ ചെറിയ ഇതിൻ്റെ പൂരി ചെറിയ പൂരിയാണല്ലോ, അപ്പോൾ ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി പിന്നീട്. അപ്പോൾ ഇതുപോലെ കുറച്ച് വലിയ ഷീറ്റായിട്ട് തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. എന്നിട്ട് എന്തെങ്കിലും ചെറിയ ബൗളോ അല്ലെങ്കിൽ ഒരു കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഇതുപോലെ. അപ്പോൾ ഇതിനേക്കാളും കുറച്ച് ചെറിയ സൈസിലുള്ള പൂരിയാണ് വേണ്ടതെങ്കിൽ ചെറിയ സൈസിലുള്ള എന്തെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് ഈ ബാലൻസ് ഉള്ളത് നമുക്ക് വീണ്ടും കുഴച്ച് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഒരു സൈഡ് ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ്. അപ്പോൾ രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയി കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞ അളവിൽ തന്നെ എടുക്കുക. റവയും അതുപോലെ മൈദയൊക്കെ. മൈദ കൂടുതൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ, പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര അളവ് വേണ്ടാന്നുണ്ടെങ്കിൽ പകുതി ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. ഇത്രയും പൂരി വേണ്ടാന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മളിത് സാധാരണ ചെയ്യാറുള്ള പോലെ ഇതിൻ്റെ മുകൾ ഭാഗം പൊട്ടിച്ചിട്ട് ഫില്ലിങ്ങും അതുപോലെ പാനിയും ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പാനിപ്പൂരിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് പാവ് ബാജിയാണ്. അപ്പോൾ നമുക്കിതിലേക്കുള്ള ബാജി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച 1/2 കപ്പ് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ച പൊട്ടാറ്റോ, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത പൊട്ടാറ്റോയാണ് 3 എണ്ണം. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ക്യാരറ്റ് വേവിച്ചത്, അതും കൂടെ വേവിച്ച് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിഞ്ഞ് വെച്ച 2 കപ്പോളം തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 കപ്പോളം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പോളം ഗ്രീൻ പീസ് കുതിർത്ത് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ചേർത്ത് കൊടുക്കുന്നത് വെജിറ്റബിൾ സ്റ്റോക്കാണ്. അപ്പോൾ വെജിറ്റബിൾ സ്റ്റോക്ക് ഉണ്ടാക്കുന്ന രീതി ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾ സ്റ്റോക്ക് ചേർത്തിട്ടാണ് കേട്ടോ സാധാരണ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ബുദ്ധിമുട്ടാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വടയുന്ന പരുവമാകുന്നത് വരെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ പിന്നീട് ഇത് മാഷ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ മാഷ് ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഒന്ന് ഉടഞ്ഞ് വരണം. ആ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ മാഷ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. ഈ ഒരു പൊട്ടാറ്റോ അതുപോലെ ഗ്രീൻ പീസ് എല്ലാം ഒന്ന് ഉടഞ്ഞ് കിട്ടണം. ഈ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ പാവ് ഭാജി മസാല പൗഡർ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ പാവ് ഭാജി മസാല പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ 1/2 ടേബിൾ സ്പൂണ് ഈ ഒരു മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാവ് ഭാജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബട്ടർ നല്ലോണം വേണം കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിന് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം.
അപ്പോൾ ഇനി വേറൊരു പാത്രം വെച്ച് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം, സവാള ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് ബട്ടർ കുറവുണ്ട്, ഞാൻ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്തതാണെങ്കിൽ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് പാവ് ഭാജി മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂണ് ചില്ലി പൗഡറും കൂടെ, മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് പാകത്തിന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഈ ഒരു വെജിറ്റബിൾ കൂട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തിക്കായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വെജിറ്റബിൾ സ്റ്റോക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾ സ്റ്റോക്ക് ഇല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം മൂടി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നമ്മുടെ പാവ് ഭാജിയുടെ ബാജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള പാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ ഇതിലോട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ടൊരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും അതുപോലെ 1/4 ടീസ്പൂണ് പാവ് ഭാജി മസാല പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ഇതിലേക്കുള്ള പാവ് ബണ്ണ് അതുപോലെ ബ്രെഡൊക്കെ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം അതിൻ്റെ റെസിപ്പി. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മുടെ പാവ് ബണ്ണ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ നടുക്ക് കീറി കൊടുത്തിട്ട് മസാലയിലോട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കുക കേട്ടോ. എല്ലാ പാവ് ബണ്ണും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ബട്ടറിൽ ചേർത്തിട്ട് മാത്രം മൊരിച്ചെടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാ പാവ് ബ്രെഡും ഇതുപോലെ മൊരിച്ചെടുത്ത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള പാവ് ഭാജിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് ചെയ്ത ഈ ഒരു പാവ് ഭാജി ആണെങ്കിലും പാനിപ്പൂരി ആണെങ്കിലൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.